വിഴിഞ്ഞത്ത് MSCക്ക് പ്രത്യേക അവകാശമില്ല എന്ന് അദാനി പോർട്സിന്റെ വിശദീകരണം. MSC കമ്പനിക്ക് എക്സ്ക്ലൂസീവ് അവകാശം ഉണ്ടാകില്ല. വിവേചനമില്ലാതെ ബിസിനസ് നടത്താൻ എല്ലാ കമ്പനികൾക്കും ആകും. എല്ലാ അനുമതികളും ലഭിച്ചതിന് ശേഷം മാത്രം ഓഹരി കൈമാറ്റം ഉണ്ടാകൂ എന്ന് അദാനി പോർട്ട് CEO അശ്വിനി ഗുപ്ത വിശദീകരിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പോർട്ട് വിഷയം ഉയർന്നു വന്നതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂടി സർക്കാർ കടക്കുന്നൊരു സമയമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ വിശദീകരണം വന്നിരിക്കുന്നു പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന്. എന്താണ് വിശദ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ വിഴിഞ്ഞം കരാറിൻ്റെ ലംഘനം ഇക്കാര്യത്തിൽ ഈ 49% ഓഹരി വിഴിഞ്ഞം അദാനി പോർട്സ് MSC കമ്പനിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് അദാനി പോർട്സ് ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് സർക്കാരിന് കത്ത് നൽകുന്നത്. അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടാകില്ല. മാത്രമല്ല, ഇപ്പോൾ തുടങ്ങിയത് ഒരു നടപടിക്രമം മാത്രമാണ്. സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ തുടർന്നുള്ള ഈ ഓഹരി കൈമാറ്റ നടപടികളെല്ലാം തന്നെ ഉണ്ടാകൂ എന്ന കാര്യം അദാനി പോർട്സ് സർക്കാരിനെ അറിയിക്കുകയാണ്. അതായത് ഇതിലൂടെ ഒരു വ്യക്തത വരുത്തൽ എന്നതിനപ്പുറത്തേക്ക് സർക്കാരിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു പരോക്ഷമായ ഖേദം എന്ന രീതിയിൽ തന്നെയാണ്. എന്തെന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അദാനി പോർട്സിന് കത്ത് നൽകിയത്. ഇതിന് പിന്നാലെയാണ് അദാനി പോർട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വിശദീകരണം വരുന്നത്. ഒരു തരത്തിലുള്ള കരാർ ലംഘനത്തിന് കൂട്ടുനിൽക്കില്ല, അല്ലെങ്കിൽ നടത്തില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ തുടർന്നുള്ള മുന്നോട്ട് പോക്കുണ്ടാകൂ എന്ന കാര്യം അവർ ഉറപ്പു നൽകുകയാണ്. അതിന് പിന്നാലെയാണ് ഈ അദാനി പോർട്സിൻ്റെ CEO അശ്വിനി ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമായി മാധ്യമങ്ങൾക്ക് നൽകിയത്. നമുക്ക് നൽകിയതിൽ ഉള്ള വിശദീകരണത്തിൽ പറയുന്നുണ്ട്, മെഡിറ്ററേനിയൻ കമ്പനിക്ക് പ്രത്യേക അധികാരം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, മറ്റ് കമ്പനികൾക്ക് വിവേചനരഹിതമായി അദാനി പോർട്സ് ഉപയോഗിക്കാനുള്ള വിഴിഞ്ഞം തുറമുഖം ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്നും അതിലൊന്നും ഒരു ആശങ്കയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശരി, ആശങ്കകൾ ഒന്നുമില്ല എന്നാണ് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ പങ്കുവച്ചത് പ്രശാന്ത് കൃഷ്ണയാണ്.